السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربه من كل أمر. سلام هي حتى مطلع الفجر. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يعلم أمة سيدنا ومولانا محمد. ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകളെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാനിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നമ്മളെയൊക്കെ അള്ളാഹു റമളാന് കൊണ്ട് വിജയിച്ച, ലൈലത്തുൽ ഖദറിന്റെ ഫضല് കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളായ നോമ്പുകാരിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ബന്ധുക്കളെയും നാമുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തിങ്കൾ പുലരിയിൽ ഇന്ന് നമ്മളുടെ വിഷയം 27-ാം രാവാണ്. പരിശുദ്ധ റമളാനിലെ 27-ാം രാവിന് വലിയ പുണ്യമുണ്ട് എന്ന് മുത്തഹബീബിന്റെ ഹദീസിലും മഹാന്മാരായ ആലിമീങ്ങളും പല വിധേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് റമളാനിലാണ്. മറ്റൊരു സൂറ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നിശ്ചയമായും നമ്മൾ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ് എന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, റമളാനിനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്, അതും ലൈലത്തുൽ ഖദറിലാണ്. അപ്പോ ലൈലത്തുൽ ഖദർ റമളാനിലാണെന്ന് ഉറപ്പായി. ലൈലത്തുൽ ഖദർ റമളാനിനാകുമ്പോൾ റമളാനിൽ എപ്പോ, എവിടെ, എന്ന് പല ചർച്ചകളുണ്ട്. മുത്തഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണ് എന്ന്. ആയിഷ ബീവിയെ പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന പല ഹദീസുകളിലും കാണാം, അശുറുൽ അവാഖിറിൽ, അവസാനത്തെ 10-ൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ, നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നു.
മഹാന്മാരെ രേഖപ്പെടുത്താൻ സ്വഹാബ പറയാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾപ്പെട്ട രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടു മുത്ത് റസൂലുള്ളാഹി. അവർ തമ്മിൽ വ്യക്തിവിരോധത്തിൽ എന്തോ സംസാരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷേ അതെനിക്ക് ഉയർത്തപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നത് നബിതങ്ങൾക്ക് ഇത് എന്നാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ കൽപ്പന അത് ഉയർത്തപ്പെട്ടതാണോ, അതോ നബിതങ്ങൾക്ക് പാടെ അത് ഉയർത്തപ്പെട്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ 10 ഒറ്റട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ എന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാന്മാരായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ ബഹുഭൂരിഭാഗം ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയുന്നത് ലൈലത്തുൽ ഖദർ 27-ാം രാവിൽ തന്നെയാണ്. അതിന് പല ന്യായങ്ങളും പല തെളിവുകളും അവർ ഉദ്ധരിക്കുന്നുമുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരായ ചില ആലിമ്യങ്ങളൊക്കെ 21-ാം രാവിലാണെന്നും 23-ാം രാവിലാണെന്നും 25-നാണെന്നും ലൈലത്തുൽ ഖദർ ശനിയാഴ്ചയായാൽ ഇന്ന ദിവസമെന്ന്, തിങ്കളാഴ്ചയായാൽ ഇന്ന ദിവസമെന്ന് അങ്ങനെ പറഞ്ഞ ആലിമ്യങ്ങളുണ്ട്. ശാഫിഈ റളിയല്ലാഹു അൻഹു 21-ാം രാവിനും 23-നുമാണെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലൊക്കെയാണ്. എന്നാൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ 27-ൽ പ്രതീക്ഷിച്ചോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസും ഉദ്ധരിച്ച മഹാന്മാരുണ്ട്. അതുകൊണ്ട് തിങ്കൾ പുലരിയിൽ നമ്മുടെ മെയിൻ വിഷയം 27-ാം രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പറയുന്നു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ഖൈറായ ഒറ്റ രാത്രി. ആ രാത്രിക്ക് 1000 മാസത്തിനേക്കാളും പവറുണ്ട്. 1000 മാസം എന്ന് പറഞ്ഞാൽ 84ഓളം വർഷം. 1000 മാസങ്ങളെക്കാൾ പവറുള്ള ആ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്ന അല്ലെങ്കിൽ ഫർള് ചെയ്യുന്ന അങ്ങനെ പല വിശദീകരണങ്ങളുണ്ട്. ആ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അന്നത്തെ പ്രത്യേകത, തനസ്സലുൽ മലായികത്തു വറൂഹ്. അള്ളാഹുവിന്റെ മാലാഖമാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. വറൂഹു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇറങ്ങും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീലാണെന്ന് പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ചിലർ പറയുന്നു അത് മഹാത്മാക്കളാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സച്ചരിതരായ മഹാത്മാക്കളുടെ ആത്മാക്കളും ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു വറൂഹു ബിഇദ്നി റബ്ബിഹിം. പടച്ചോന തീരുമാനപ്രകാരം, പടച്ചോന സമ്മതപ്രകാരം അവർ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഏതുവരെ? ഹത്താ തത്ലുൽ ഫജ്ർ. ഫജ്ർ വെളിവാകുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകളും റൂഹുകളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറക്കും. തനസ്സലുൽ മലായികത്തു വറൂഹു ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. മത്ലഉൽ ഫജ്ർ വരെ അള്ളാഹുവിന്റെ സലാം, സമാധാനം, ശാന്തി, അള്ളാഹുവിന്റെ രക്ഷ, അതുപോലെ മലക്കുകളും ആത്മാക്കളും അള്ളാഹുവിന്റെ റൂഹാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പവിത്രമായ രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അന്ന് മഹാനായ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയെ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് എങ്ങാനും മനസ്സിലായാലോ എന്ന്. എന്തു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പവിത്രമായ ദിക്ർ ചൊല്ലി അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. അല്ലാഹുവേ,
ഇന്നക അഫുവുൻ, നീ തന്നെയാണ് മാപ്പ്, മാപ്പ് നീയാണ്. തുഹിബ്ബുൽ അഫുവ, നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നിനക്ക് മാപ്പ് വലിയ ഇഷ്ടാണ്. അതുകൊണ്ട് ഫഅഫു അന്നീ, എനിക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫുവ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പാണ്, നീ തന്നെയാണ് മാപ്പ്, നിനക്ക് മാപ്പ് വലിയ ഇഷ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പേകണേ, എനിക്ക് മാപ്പ് തരണേ. ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും എണ്ണി 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 പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആരും കാണാതെ ചെയ്തു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും എണ്ണി 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 പറഞ്ഞിട്ട് പറയ, പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്. പടച്ചവനെ, ഇനി മുതൽ ഞാനത് ചെയ്യുകയില്ല റബ്ബേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെന്ന തീരുമാനമെടുത്ത് 3 ഷർത്തുകൾ പാലിക്കുക. ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും ഏറ്റുപറയുക, അതിൻ്റെ മേൽ സങ്കടമുണ്ടാവുക, അതുപോലെ ഇനി ചെയ്യൂല എന്ന് തീരുമാനമെടുക്കുക, ഞാൻ നിർത്തിയെന്ന് തീരുമാനം പറയുക. അങ്ങനെ 3 ഷർത്തുകൾ പാലിച്ചിട്ട് റബ്ബിനോട് അങ്ങോട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ, പടച്ചവനുമായി ബന്ധപ്പെട്ട തെറ്റുകൾ മുഴുവനും അങ്ങോട്ട് എണ്ണി എണ്ണി പറയുക. മനുഷ്യരുമായി ബന്ധമുള്ള തെറ്റുകളാണെങ്കിൽ, ഗീബത്ത് നമീമത്ത് പോലെയുള്ളതാണെങ്കിൽ അവരോട് മാപ്പ് പറയണം, അവരോട് പൊരുത്തപ്പെടിക്കണം. അങ്ങനെ തെറ്റുകൾ അങ്ങോട്ട് ഏറ്റു പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് കേണപേക്ഷി പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അള്ളാഹു ഈ നാവിൽ സ്വീകരിക്കാതിരിക്കില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞില്ലേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പാടിയതാണത്. പടച്ചവനെ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഞാൻ നിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് പറയാൻ ഒരു അർഹമല്ല, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ ഞാൻ അവകാശിയല്ല. അതുകൊണ്ട് പടച്ചവനെ, വലാ ഖുവാ അലാ നാരിൽ ജഹീമി, നിന്റെ നരകമാകുന്ന അഗ്നികുണ്ടാരത്തിൽ കടക്കാനുള്ള കഴിവ്, അതിനുള്ള ശേഷി എനിക്കില്ല റഹ്മാനെ. അതുകൊണ്ട് പടച്ചവനെ, ഫഹബ്ലി തൗബത്തൻ, എനിക്ക് നീ തൗബക്ക് ചാൻസ് നൽകണേ, തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. ഫഗ്ഫിർ ദുനൂബി, അത് മുഖേന എന്റെ ദോഷങ്ങൾ പുറത്തുകൊണ്ട്. കാരണം ഇന്നക ഗാഫിറുദ് ദംബിൽ അദീം, വലിയ വലിയ തെറ്റുകൾ പുറത്തു പരിചയമുള്ളവനല്ലേ നീ, ഞങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു തരണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖിറൻ ബിദ്ദുനൂബി വഖദ് ദആക ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു വഇൻ തത്റുദ് ഫമൻ യർഹം സിവാക. ഇലാഹി അബ്ദുകൽ ആസി അതാക, പടച്ചവനെ, നിന്റെ ദോഷിയായ, നിന്റെ പാപിയായ അടിമ ഇതാ എന്നിലേക്ക് വന്നിരിക്കുന്നു. ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖിറൻ ബിദ്ദുനൂബി വഖദ് ദആക, പടച്ചവനെ, ദോഷങ്ങളെല്ലാം ഏറ്റി പറഞ്ഞുകൊണ്ട്, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞുകൊണ്ട് ഇതാ അവൻ വന്നിരിക്കുകയാണ്. വഖദ് ദഅക, അവൻ പറയുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. ഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു, നീ എങ്ങാനും എനിക്ക് പുറത്തു തന്നാൽ നീ അതിന് അർഹനാണല്ലോ, നീയാണ് പൊറുക്കാൻ അവകാശമുള്ളവൻ, നീയാണ് മാപ്പ് കൊടുക്കുന്നവൻ. ഇൻ തത്റുദ്, പടച്ചവനെ, നീ എങ്ങാനും ആ വന്ന വ്യക്തിയെ, ഈ പാപിയെ എങ്ങാനും നീ ആട്ടിയോടിക്കുകയാണെങ്കിൽ ഫമൻ യർഹം സിവാക, നീയല്ലാതെ ആരാണ് അവനോട് കരുണ കാണിക്കാനുള്ളത്, നീയല്ലാതെ ആരാണ് അവനോട് കാരുണ്യം കാണിക്കാനുള്ളത് പടച്ചവനെ എന്ന് പറഞ്ഞ് മഹാന്മാർ ഇലാഹായ റബ്ബിനോട് കേണപേക്ഷിച്ചിട്ട് അവരോട് പാട്ടുകൾ പാടി തൗബ ചെയ്തിട്ട് കാണാൻ കഴിയും. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ രാവിൽ, 27-ാം രാവിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായി കെഞ്ചി കെഞ്ചി പറയാൻ അള്ളാഹു നമുക്ക് മഹാ തൗഫീഖ് നൽകട്ടെ. ഇന്ന് ദ്വാരക്കണം, ഇന്ന് തൗബ ചെയ്യണം, ഇന്ന് ആത്മാർത്ഥമായി ആ പണിക്ക് നിൽക്കണം. ഇന്നും ദ്വാരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണ്? ഇന്നും ദ്വാരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാ? കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു അവസരമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്.
വലിയൊരു അവസരം. ദ്വാരുന്നാ മതി, പ്രാർത്ഥിച്ചാൽ മതി, അള്ളാഹു നമ്മളെ പരിഗണിക്കും. ദ്വാരുന്നില്ലെങ്കിലാണ് പരിഗണിക്കാതിരിക്കുന്നത്. നിങ്ങൾ ദ്വാരുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മൾ പരിഗണിക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ദ്വാരക്കണം, ആത്മാർത്ഥമായ റബ്ബിനോട് ദ്വാരക്കണം. അള്ളാഹിനോട് പറഞ്ഞാൽ കാര്യങ്ങൾ നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് 27-ാം നാവിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, ഇത് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് ആയിഷ ബീവിയോട് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ രാത്രിയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം, ഈ ദിക്റും അധികരിപ്പിക്കണം. മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ ഞാൻ എന്നോട് പൊറുക്കൽ തേടുകയാണ്, ഞാൻ എന്നോട് മാപ്പ് തേടുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് അധികരിപ്പിക്കണം. അതുപോലെ മുത്തഹബീബിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മേൽ കുറെ നേരം സ്വലാത്ത് അധികരിപ്പിക്കണം. മറ്റൊന്ന് ഖുർആൻ ഓതണം, ഖുർആൻ നല്ലോണം ഓതണം. പ്രത്യേകിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ സൂറത്ത് അടങ്ങിയിട്ടുള്ള ഖുർആൻ സൂറത്തുകൾ ഓതണം, ഖുർആൻ ഓതണം. അതുപോലെ ലാസ്റ്റ് നമുക്ക് ദുആരക്കണം, തൗബ ചെയ്യണം. ഈ രാത്രി 27-ാം രാവിന്റെ രാത്രി നല്ലോണം കഷ്ടപ്പെടണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാ. 27-ാം രാവിനെ നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ട് മുതലാക്കിയിട്ട് റമദാൻ വിട പറയും മുമ്പ്, അല്ലാഹുവേ റമദാൻ വിട പറയും മുമ്പ് ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ രാവ് കഴിഞ്ഞാൽ 29-ാം രാവുണ്ട്. 29-ാം രാവിനും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടതാണ്. 30-ാം രാവുണ്ട്, അല്ലെങ്കിൽ 29-ാം രാവ്. രണ്ട് രീതിയിൽ പവറുള്ളതാണ്. 29-ന് മാസം കണ്ടാൽ ഈ 29-ാം രാവ് അവസാന രാവായിരിക്കും. അപ്പൊ 29-ാം രാവുമാകും അവസാന രാവുമാകുമ്പോൾ അതിന്റെ പവർ കൂടുതലാണ്. ഇനിയും 29-ന് മാസം കണ്ടില്ലെങ്കിൽ 30-ാം രാവിനായിരിക്കും ആ പവർ ഉണ്ടാവുക. റമദാനിൽ അവസാന രാവ്. മഹാനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബക്കത്തിസ് സമാവാതു വൽ അർളു, ആകാശങ്ങളും ഭൂമിയും അതുപോലെ മലക്കുകളും കരയുകയാണ്. ബക്കത്തിസ് സമാവാതു വൽ അർളു വൽ മലായിക, ആകാശങ്ങളും ഭൂമിയും മലക്കുകളും കരയുകയാണ്. എന്തിനാണ് നബിയെ അവർ കരയുന്നതെന്ന് ചോദിച്ചു സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശങ്ങളും ഭൂമിയും മലക്കുകളും കരയാൻ കാരണം ലിദഹാബി റമദാൻ, റമദാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ കരയുന്നത്. അവരെന്തിനാ നബിയെ റമദാൻ നഷ്ടപ്പെടുന്ന പോലെ എന്തിനാ കരയണത്? റമദാൻ പോകുന്നത് നമ്മളല്ലേ കരയേണ്ടത്, അവരെന്തിന് കരയണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ നല്ലൊരു മാസം, നല്ല പല ദിവസങ്ങള്, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഓഫറുകള്, ഒരുപാട് അനുകൂല്യങ്ങള് അള്ളാഹു എൻ്റെ ഉമ്മത്തിന് നൽകിയിട്ട് അതെല്ലാം റമദാനിൽ നഷ്ടപ്പെടുകയാണല്ലോ, പോവുകയാണല്ലോ എന്ന് വിചാരിച്ച്, ഇനി അടുത്ത കൊല്ലമല്ലേ വരൂ എന്ന് വിചാരിച്ച് വലിയ അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ട് എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ച് മലക്കുകളും ആകാശങ്ങളും ഭൂമിയും കരയുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷോപലക്ഷം ആളുകളെ റമദാനിന്റെ 1 മുതൽ അന്ന് വരെ മോചിപ്പിച്ച അത്രയും എണ്ണം ആളുകളെ അവസാന രാവിൽ മോചിപ്പിക്കും നരകത്തിൽ നിന്നെന്ന് പറയുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തിലെങ്കിലും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാന രാവിനും വലിയ പവറാൻ, അതുപോലെ പെരുന്നാരാവിനും പവർ കൂടുതലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാരാവിനെ ദുആ ചെയ്താൽ ഉത്തരം വേഗം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന രാവും അതുപോലെ പെരുന്നാരാവും പല ആളുകളും ശ്രദ്ധിക്കാതെ, ബഹുഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് രാവുകളാണ് റമദാൻ അവസാന രാവും അതുപോലെ പെരുന്നാരാവും.
പെരുന്നാലാവിൽ ദ്വാരന്ന ഉത്തരം ഉറപ്പാണ്, വേഗം ഉത്തരം കിട്ടും. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് അവസാനമായി പറയാനുള്ളത് 27-ാം രാവ് നല്ല പോലെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി, ഒരു മുത്തഖിയായി, മുഖ്ലിസായി റമളാനിനെ യാത്രയാക്കുന്നവരിൽ, അങ്ങനെ റമളാനിനെ യാത്രയാക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റമദാൻ വിട പറയുന്നതിന് മുമ്പ് സന്തോഷത്തോടെ യാത്രയാക്കണം. എല്ലാ നിലക്കും ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് എല്ലാ നിലക്കും ഐശ്വര്യമായ രീതിയിൽ ആത്മീയമായ റമദാനെ യാത്രയാക്കിയിട്ട് അടുത്ത റമദാനിനെ വരവേൽക്കും വരെ ഇതേ ആത്മീയത ഉണ്ടായി തുടർന്ന് നഷ്ടപ്പെടുത്താതെ അടുത്ത റമദാനെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് അള്ളാഹു നമ്മുടെ അവസാന റമദാൻ ആക്കാതിരിക്കട്ടെ. آمين يا رب العالمين. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഖിറാഅത്തുകൾ, അതുപോലെ ഞങ്ങളെ ഖുർആനോത്തുകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ തറാവീഹുകൾ, ഞങ്ങളുടെ സ്വലാത്തുകൾ, ഞങ്ങളുടെ ദിക്റുകൾ, ഞങ്ങളുടെ ജമാഅത്തുകൾ, അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ മറ്റു കർമ്മങ്ങൾ ഈ റമദാനിലും അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും അമാൽ സ്വാലിഹാത്തുകളും നീ സ്വീകരിക്കണം അല്ലാ. അതിന്റെ നിസ്ല സവാബ് സയ്യിദ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെയും അവിടുത്തെ ആല് ഔലാദ് അസ്ഹാബ് അസ്വാജ് അഹ്ലു ബൈത്ത് ഇത്തരത്തിന്റെ ഹദ്റത്തിലേക്ക് എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാ, മഹാന്മാർ, മഹദികളുടെ ഹദ്റത്തിലേക്ക്, ഖൈർ സ്വലാഹിന്റെ അഹ്ലിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖുമാർ, ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, അതുപോലെ സ്കൂൾ പഠിപ്പിച്ച മുസ്ലിം ടീച്ചേഴ്സ് അല്ലാഹു, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന്ന്, ബന്ധത്തിന്ന്, അയൽപക്കത്തുനിന്ന് ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൂടെ പഠിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളുടെ കൂടെ ഉംറ ചെയ്തവർ, ഹജ്ജ് ചെയ്തവർ, അതുപോലെ പടച്ചോനെ ഞങ്ങളുടെ പ്രത്യേകം ദുആക്കാൻ വേണ്ടി പറഞ്ഞവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, അള്ളാഹുവേ, മരണപ്പെട്ടു പോയവിടെ ഹദ്റത്തിലേക്കതിന്റെ മിഥിലതാവ് എത്തിച്ചു കൊടുക്കണം റബ്ബെ. ഞങ്ങളുടെ വല്ലിപ്പമാര്, വല്ലിമ്മമാർ, അതുപോലെ മാതാപിതാക്കൾ, ഞങ്ങളെ എളാപ്പ, മൂത്താപ്പാർ, അമ്മായിമാർ, അമ്മോശന്മാർ, അമ്മായിമ്മമാർ, അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, അവരുടെ അഹ്ല്, അവരുടെ ഖാരിബ്, അതുപോലെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഞങ്ങളെ കേൾക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടോ അവരുടെ ഹദ്റത്തിലേക്കും ഇതിന്റെ മിഥുല സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ദിവസങ്ങളുടെ രാവുകളുടെയൊക്കെ മഹാഫള് കൊണ്ട് അവരുടെയൊക്കെ ഖബറിൽ നീ സന്തോഷം നടക്കണമല്ലാ. റാഹത്തും സമാധാനവും ഐക്യവും സുഖവും നൽകണേ റബ്ബേ. അള്ളാഹു അഅ്മാൽ സ്വാലിഹാത്ത് കൊണ്ട് അവരുടെ ഖബറിലേക്ക് നേരം പോക്കായി കൂട്ടുകാരെത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഖബറിൽ വെളിച്ചവും സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, മരണപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, മശായിഖുമാർ, ബന്ധപ്പെട്ടവർ, അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ശിഷ്യന്മാരെല്ലാവർക്കും ഖൈറും ബറകത്തും ഇരുലോകത്തും നൽകണം റഹ്മാനെ. പഠിച്ചവനെ, എല്ലാരെയും നീ ഇഷ്ടപ്പെടുന്ന റമദാൻ പൊരുത്തപ്പോൾ ഇഷ്ടപ്പെടുന്ന ഹബീബ് ഇഷ്ടപ്പെടുന്ന നല്ല നോമ്പുകാരില്, മുത്തഖീങ്ങളില്, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. റമദാൻ കൊണ്ട് വിജയിച്ചവരില്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരില്, മഗ്ഫിറത്തും റഹ്മത്ത് കൊണ്ട് വിജയിച്ചവരില്, നിന്റെ ഹബീബിന്റെയും ഈമാനിന്റെയും നൂറ് കൊണ്ട് വിജയിച്ചവരില്, പഠിച്ചവനെ, ഏതെങ്കിലും ഒരു നന്മ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പഠിച്ചവനെ, അല്ലാഹു, ഞങ്ങൾ ഏതെങ്കിലും ഒരു അമാൽ സ്വാലിഹത്ത് കൊണ്ട്, ഏതെങ്കിലും ഒരു ചെറിയ നന്മ കൊണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്തുന്ന ഭാഗ്യം തരണം റബ്ബേ. ഇത് ഞങ്ങളുടെ അവസാന റമദാനാക്കണ്ട അല്ലാഹ്. ഇനിയും ഒരുപാട് റമദാനിൽ മനോഹരമായി അതിനെ വരവേൽക്കാനും അമലുകൾ ചെയ്യാനും നമ്മുടെ തൗഫീഖ് തരണം റബ്ബേ. പടച്ചവനെ, ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, രോഗികളുണ്ട്, കടമുള്ളവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിവാഹം റെഡിയാവാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജയിലിൽ കുടുങ്ങിയവരുണ്ട്. പടച്ചവനെ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ഭർത്താവിനെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അങ്ങനെ പല രീതിയിലും പ്രയാസമുള്ളവരുണ്ട്. അല്ലാഹു, എല്ലാവരുടെ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. ഹൈറായ വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. പടച്ചവനെ, അല്ലാഹുവേ, ജീവിതത്തില് ദുനിയാവില് ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്ത് നൽകണേ റബ്ബേ. ഖൈറും ബറക്കത്തും സലാമത്തും
കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ലോക മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണം റബ്ബേ. ശത്രുക്കളെ പരാജയപ്പെടുത്തണം റഹ്മാനെ. ശത്രുക്കൾക്ക് ഹിദായത്ത് കൊടുക്കണം അല്ലാ. അള്ളാഹുവെ യുദ്ധം കാരണം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അള്ളാഹു ഇതുപോലെ മറ്റു പ്രയാസങ്ങള് യുദ്ധമൊക്കെ നീ പെട്ടെന്ന് നീ തീർത്തു തരണേ റബ്ബേ. നേതാക്കന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ അള്ളാഹുവെ ലോകരാജ്യത്തിലെ എല്ലാ ആളുകൾക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളൊക്കെ മരിക്കുമ്പോ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് നല്ല പ്രവർത്തനം ചെയ്ത് നല്ല രീതിയിൽ നല്ല അമല് ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണം റബ്ബേ. എപ്പോഴാണോ ഹൈറായ സമയം ഹൈറായ സമയത്ത് ഹൈറാണെങ്കിൽ നിങ്ങളെ മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ ജീവിതകാലത്ത് ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റബ്ബേ. ഖബറും മഹ്ശറയും അല്ലാഹുവേ സിറാത്തും മീസാനും അല്ലാഹുവേ എല്ലാം ഞങ്ങൾക്ക് നീ വിജയിപ്പിച്ചു തരണേ റബ്ബേ. ഹൗദുൽ കൗസർ കുടിക്കാനും ശഫാഅത്തിൽ ഉൾപ്പെടാനും ഭാഗ്യം തരണേ റഹ്മാനെ. നരകാഗ്നിയെ തൊട്ട് മോചനം നൽകണേ അല്ലാ. അവസാനം ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കൂടെ നിങ്ങൾ പറഞ്ഞ മുഴുവൻ ആളുകളോടും കൂടെയും സ്വർഗ്ഗം കടക്കാനും നിന്നെ കാണാനും തൗഫീഖ് തരണം റബ്ബേ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على